പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. സന്തോഷത്തോടെ, മനോല്ലാസത്തോടെ യേശുവിനെ അനുഗമിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. ഈ ദിവസവും യേശു നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളോട് സംസാരിച്ച് കൈപിടിച്ച് നടത്തുന്നുണ്ട്. അത് ശരി, ഇതെന്താണ് ഡേവിഡ് ഓഡിറ്റോറിയം, ദാവീദ് അരങ്ങ് എന്ന് ചിന്തിക്കുകയാണോ? ഇത് നമ്മുടെ യേശു വിടുവിക്കുന്നു ശുശ്രൂഷയുടെ ക്യാമ്പസിൽ ഏലീം ഗാർഡൻ എന്നയൊരു തോട്ടമുണ്ട്. ജനങ്ങളിവിടെ താമസിക്കും, പ്രാർത്ഥിക്കാനായി വരുന്നവർ. ഇതിലാണ് ഡേവിഡ് ഓഡിറ്റോറിയം ഉള്ളത്. ദാവീദിന്റെ അരങ്ങ് എന്നൊരു കെട്ടിടമുണ്ടാക്കാൻ ദൈവം പറഞ്ഞു. എന്തിനാണെന്നാൽ പല സഭകളിലുള്ളവർ, പല ശുശ്രൂഷകൾ ചെയ്യുന്നവർ അവർ ഈ ക്യാമ്പസിൽ താമസിച്ച് യോഗങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൂടാരത്തിൽ ദിവസവും പ്രാർത്ഥനകളും യോഗങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ വരുന്നവർക്കായി ഒരു പ്രത്യേക അരങ്ങുണ്ടാക്കുവാനായി ദൈവം ആജ്ഞാപിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 1000 പേർക്ക് ഇതിനകത്തിരിക്കാൻ സാധിക്കും. ഇപ്പോഴും പല സഭകളിലുള്ളവർ അവരുടെ സഭകളെ സംബന്ധിച്ച യോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തുവാനായി ഈ സ്ഥലം ഞങ്ങൾ കൊടുക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ കെട്ടിടം. ദാവീദിന്റെ അരങ്ങിൽ പല സഭാവിഭാഗങ്ങളും ശുശ്രൂഷാ സ്ഥാപനങ്ങളും വന്ന് അപ്പോൾ പ്രാർത്ഥനകളും യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ശരി, ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചോദിച്ചാൽ, റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദ ചൈൽഡ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കും. ദൈവത്തിനും നമുക്കും തമ്മിലുള്ള ബന്ധം ദൈവം പിതാവും നാം മക്കളുമാണ്. അപ്പോൾ നമ്മെ കുഞ്ഞുങ്ങളായി കാണുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവ പൈതലുകളായി, മക്കളായി മാറുന്നു. പക്ഷേ അതോടുകൂടി നിർത്താൻ പാടില്ല. നിങ്ങളൊരു 10 വർഷമായി 2 വയസ്സുള്ള കുട്ടിയെപ്പോലെ ഇരുന്നാൽ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടപ്പെടുമോ? ഇല്ല, വളരണം, യൗവന പ്രായക്കാരാവണം, അവർക്ക് പക്വതയുണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുക, അല്ലേ? അതാണ് പുത്രനാവുന്നത്, പുത്രിയാകുന്നത്. അതെങ്ങനെയാണ്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവമക്കളാകും. സാധാരണ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അച്ഛനമ്മമാർ പറയും, എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന്. അതേസമയം വളർന്ന് യൗവന പ്രായത്തിലെത്തുമ്പോൾ, എനിക്കൊരു മകനുണ്ട്, പുത്രൻ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, എല്ലാം നോക്കിക്കോളും എന്ന് പറയുമല്ലേ? അതേപോലെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത പ്രാപിച്ച് ദൈവാത്മാവിനാൽ നാം വളരാൻ ആരംഭിച്ചാൽ ദൈവത്തിന്റെ പുത്രൻ. ഒരു കുട്ടിയെ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കുമോ? കുട്ടിക്ക് നമ്മൾ ആഹാരം കൊടുക്കും, അതിനെ സന്തോഷിപ്പിക്കും. പക്ഷേ പുത്രനാകുമ്പോൾ നാം മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന സ്ഥിതിയിലേക്കെത്തും. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് നടത്തപ്പെടുന്ന അനുഭവത്തിലായാൽ മാത്രമേ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കൂ. നിങ്ങൾ എത്ര കാലം ദൈവം കുഞ്ഞിനെപ്പോലെ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ പിതാവായി കരുതി സന്തോഷിപ്പിക്കണം, അല്ലേ? അതിന് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് ചോദിക്കണം, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ദൈവം ഉപദേശം തരും, വഴി നടത്തും. ഈ ശുശ്രൂഷ ഇത്രയും മികച്ച രീതിയിൽ നടക്കാൻ കാരണം എന്താണെന്നോ? ദൈവം വഴി നടത്തുന്നു. പരിശുദ്ധാത്മാവ് മുഖേന ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കിയതും യഹോവയുടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്. ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്. അതിനാൽ ഇന്ന് എത്രയോ ശുശ്രൂഷകൾ, യോഗങ്ങൾ നടത്തുന്നു, അവർ സന്തോഷിക്കുന്നു. അപ്പോൾ ഓരോന്നും ദൈവത്തിന്റെ രചനയാണ്. ഇങ്ങനെ ഉണ്ടാക്ക്, ഇതിങ്ങനെ ചെയ്യ്, ഇതിങ്ങനെ നിർമ്മിക്ക് എന്ന് ഗൈഡൻസ് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് മുഖേന നമ്മോട് സംസാരിച്ച് നമ്മെ വഴി നടത്തും. നിങ്ങളും ആ അനുഭവം പ്രാപിക്കണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിച്ചോ? നിങ്ങൾക്ക് ആത്മീക പ്രചോദനം തന്നോ? നിങ്ങൾക്ക് വഴി നടത്തൽ തന്നുവോ? ഇല്ലെങ്കിൽ പോകൂ, കുറച്ച് കാത്തിരിക്കൂ, പ്രാർത്ഥിക്കൂ, ദൈവത്തോട് ചോദിക്കൂ, നിങ്ങളെ ഭംഗിയായി വഴി നടത്തും. അങ്ങനെയുള്ള വഴിനടത്തലിന്റെ അനുഭവം ഉണ്ടായാലേ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാനാവൂ. അവരോട് കർത്താവിന് രഹസ്യങ്ങൾ പറയാൻ സാധിക്കും, ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ സാധിക്കും, അവരെ വ്യത്യസ്തമായി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമേ, ഞാൻ എന്നും ഒരു കുട്ടിയായിരിക്കാൻ പാടില്ല, പുത്രനോ പുത്രിയോ ആയി മാറണം. അതിനങ്ങയുടെ അഭിഷേകവും വഴിനടത്തലും തരണമേ എന്ന് ചോദിക്കൂ. ചോദിക്കുമോ? അതിനാഗ്രഹിക്കുന്നോ? എങ്കിൽ കൈവച്ചിപ്പോൾ പ്രാർത്ഥിക്കൂ. യേശുവേ, ഞാൻ എപ്പോഴും ഒരു കുട്ടിയായിരിക്കാതെ ആത്മീക ജീവിതത്തിൽ വളരണം എന്നാഗ്രഹിക്കുന്നു.
അങ്ങയുടെ പുത്രനായിരിക്കണം, പുത്രിയായിരിക്കണം. ആ അനുഭവം എനിക്ക് തരയണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിനാൽ എന്നെ വഴി നടത്തേണമേ. അങ്ങയുടെ വഴിനടത്തൽ പ്രകാരം ജീവിക്കാനായി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ